അതേപോലെ തന്നെ ഉള്ളൊരു സോങ്ങാണ് എന്താ പറയുക, ഒടുവിൽ ഞാൻ മാത്രമായി. ഇത് വളരെ രസകരമായ ഒരു അനുഭവമാണേ. ഞങ്ങൾ എൻ്റെ നാട്ടിൽ തൊടുപുഴയിൽ അവിടെ ഒരു മെഡിറ്റേഷൻ സെൻ്റർ, അതായത് ഒരു ആരാധന സെൻ്ററുണ്ട്, അഡോറേഷൻ സെൻ്റർ. അപ്പം ചില രാത്രികളിലൊക്കെ ഞാനിങ്ങനെ എഴുത്തിൻ്റെ ചില മേഖലയൊക്കെയുള്ളപ്പം രാത്രിയിൽ അവിടെ ഒരു ദിവ്യകാരുണ്യനാഥൻ, അതായത് ഞങ്ങളത് ആരാധനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരിടമാണ്. അവിടെ പോയി ശാന്തമായി ഇരിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പം എൻ്റെ ഒരു 2 സുഹൃത്തുക്കളുണ്ട്, ഒരു സിബിച്ചൻ, ഒരു ജിമ്മി. അപ്പോൾ ഞങ്ങൾ രാത്രി മുഴുവൻ ഇവരും വന്ന് ഞങ്ങൾ ഇരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുക. ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം അങ്ങനെ ശാന്തമായിരിക്കുമ്പം ഒരു 12 മണിയായപ്പോൾ സിബിച്ചൻ പറയുന്നെങ്കിൽ നാളെ ബാങ്കിൽ പോകണം, ഞാൻ പോകുകയെന്ന് പറഞ്ഞു. ഒരു 1 മണിയായപ്പോൾ ജെമിച്ചൻ പറഞ്ഞു എനിക്ക് ഓഫീസിൽ പോകണടാ. അപ്പം ഞാൻ പൊക്കോട്ടെ, പൊക്കൂ. അപ്പം അവർ രണ്ടുപേരും പോയി. അപ്പം ആ ചിന്ത സാധാരണ മനുഷ്യ ജീവിതത്തിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. അതായത് എൻ്റെ പ്രിയരെന്ന് കരുതുന്നവരെല്ലാം തള്ളി പറഞ്ഞേക്കാം. ലോകത്ത് നമ്മൾ ഈ മനുഷ്യൻ്റെ പ്രത്യേകത അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല, മനുഷ്യന് അത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞും നാളെ നേരെ തിരിച്ച് പറയും, അല്ലെങ്കിൽ അവൾ അങ്ങനെയായി, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക മനുഷ്യനിൽ കാരണം അവൻ അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു റേഷ്യോ അവരുമായിട്ട് ഉണ്ടാക്കുക. അവരിൽ എന്ത് വീഴ്ച ഉണ്ടായാലും അത് ക്ഷമിക്കുക, കാരണം അവൻ അത്രയേ ഉള്ളൂ. മറിച്ച് മാറ്റമില്ലാത്തവരുണ്ട്, അത് ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ പ്രിയരെന്ന് ഞാൻ കരുതുന്നവരൊക്കെ എന്നെ വിട്ടുപോകും, പക്ഷേ നീയും ഞാൻ മാത്രം കാണും, നിനക്ക് മാത്രം മാറ്റമില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വെറുതെ വിളിച്ചതാണ്. അപ്പോൾ ഒടുവിൽ അവരെല്ലാം പോയി, കൂട്ടുകാരെല്ലാം പോയി, നമ്മൾ രണ്ടുപേരും ആയല്ലേ. അപ്പോൾ പെട്ടെന്ന് തോന്നി അതൊന്ന് ആവിഷ്കരിച്ചാൽ അതിനൊരു രസമുണ്ടല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഒടുവിൽ നീയും ഞാനും മാത്രമായി